ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസിന്റെ ചർച്ചകൾ, പ്രത്യേകിച്ച് PR-ഉം എക്സ് കണ്ടസ്റ്റൻസും ഇവരൊക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മുൻപന്തിയിൽ തന്നെ നമ്മുടെ കട്ടപ്പ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ചർച്ചകൾ പുറത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് എന്തായാലും ശൈത്യമോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് ശൈത്യ ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് കാണാവേ. കോമഡിയ, ചിരിക്കല്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ ബിഗ് ബോസിനകത്തുള്ള മോളെ വിളിച്ചു പറഞ്ഞിട്ട് PR കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ലല്ലോ. ആയിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്തേനെ, അത് വേറെ കാര്യം. വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. PN പണി? അതെന്താണ് PN പണി? PN പരനാറിപ്പണി എന്നാണ് ഉദ്ദേശിച്ചേ? പരനാറിപ്പണി. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അയ്യോ, അത് വിൻസാറ് മാത്രമല്ല, നമ്മള് നാട്ടുകാർ എല്ലാം കൂടാണ് സന്തോഷമുള്ള ആ പണി എടുത്തതിൽ കേട്ടോ. എല്ലാരും കൂടെ എടുത്ത പണിയാണ്. അത് വിൻസാറിന് മാത്രം ഒരു ക്രെഡിറ്റ് കൊടുക്കരുത് കേട്ടോ. വിൻസാറിന് എന്തൊക്കെ പണിയായിരുന്നു, വേറെ പണി ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ ആണ് നിന്റെ മോന്ത കണ്ടപ്പോ എടുത്തത്. ഓക്കെ, ആ പണിയില് കൂട്ടുനിന്ന, അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദി. നമ്മള് വിനുസാറിന്റെ യൂട്യൂബേഴ്സ് ഒന്നും അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ പറയില്ലേ. നന്ദിയൊന്നും വേണ്ട, നന്ദി പറയാനാണ് വന്നതെങ്കിൽ നന്ദിയൊന്നും വേണ്ട, സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക്. മോള് സന്തോഷമായിട്ടിരിക്കുന്നല്ലോ, അത് പറഞ്ഞാൽ മതി. ചിരിച്ച മോന്ത കണ്ടാ മതി, നമുക്കത് മാത്രം മതി. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. സീസൺ 5 വിനുസാറിന്റെ PR പണിയിലാണോ അഖിൽ മാരാർ വിജയിച്ചത്? അത് പുതിയ അറിവാണല്ലോ. ആഹാ, അപ്പൊ വിനുവിനപ്പൊ ചുരുക്കം പറഞ്ഞ 3 കപ്പായി. സാബുമോൻ 1 കപ്പ്, മണിക്കുട്ടൻ 1 കപ്പ്, പിന്നെ അത് കഴിഞ്ഞാരാണ് ദിൽഷ 1 കപ്പ്, PR വിനു 3 കപ്പ്. ഈ ഒരു രീതിയിലായിട്ടായിട്ടുണ്ട്. ഇപ്പൊ മലയാളം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കപ്പ് കിട്ടിയ ആളാരാണെന്ന് ചോദിക്കുവാണെങ്കിൽ PR വിനു എന്ന് പറയേണ്ട അവസ്ഥയാണല്ലോ ദൈവമേ. മാരാര് പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അതാണ് പറയുന്നത്, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്നൊരു പണ്ടാരണ്ടൊരു ചൊല്ല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് നിന്റെ കാര്യത്തിൽ. നീ ചീഞ്ഞു, ആ ചീഞ്ഞ സാധനം വെച്ച് അനുമോള് വളർന്നു, അവക്കത് വളമായി. മനസ്സിലായ? ഇപ്പൊ ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അമ്മയും മോളും കൂടെ ഇപ്പൊ മോക്ഷം തേടിയിട്ട് വാരണാസി വരെയൊക്കെ പോയേക്കുന്നത്. വാരണാസിയിലൊക്കെ പോയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. മോക്ഷം തേടി പോയതെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ചീഞ്ഞളിഞ്ഞിരിക്കുകയാണല്ലോ. ഇതിനകത്ത് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ അവസാനത്തെ വഴി. നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇരിക്കാൻ പറ്റുന്നു കുഞ്ഞെ? എനിക്കത് മനസ്സിലാവാത്തത്. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ? കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു, ഈ നമ്മുടെ ശൈത്യമോളുടെ. നിനക്ക് ഇങ്ങനെ ഒന്ന് കരഞ്ഞൂടെ? മിക്കവാറും വീട്ടിലെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. വാതിലടച്ചിട്ട് പറഞ്ഞ് മാരെ കരച്ചിലായിരിക്കും. ഈ കരച്ചിൽ കണ്ടുകൊണ്ട് നാട് വിട്ടു പോയതെങ്ങാണ്ടാണ്. വാരണാസി എങ്കിൽ വാരണാസി, എവിടെങ്കിലും പോയിട്ട് കുറച്ച് സമാധാനം കിട്ടാൻ മതി എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം മോക്ഷം തേടി വാരണാസി പോകുന്ന ടീമിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും നല്ല അഡ്വക്കേറ്റ് ആയിപ്പോയി, ഭയങ്കര ധൈര്യമുള്ള അഡ്വക്കേറ്റ് ആണ്. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാസ് ഡയലോഗ്. എന്റെ തീം, എന്റെ പൊന്നു വെച്ച നീ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. മാരാറ് കൊട്ടിയ മാക്രി കരയും, അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. അപ്പൊ വന്നില്ല ബിഗ് ബോസിനകത്ത് പോയിട്ട് ബാത്റൂം റീതിന് കടന്ന് മാക്രി കരയുന്ന പോലെ മോങ്ങിയത്. ഏത് മാക്രി? അഡ്വക്കേറ്റ് മാക്രി വല്ലതും ആണോ ഇനി അകത്തിടുന്ന്? എന്റെ കുടുംബക്കാർക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല, നീ കാരണം എന്റെ കുടുംബക്കാർക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കടന്ന് കരഞ്ഞത്. അത് ഏത് മാക്രിയായിട്ട് വരും? മാക്രി അല്ല ശൈത്യെ, അത് ഓർമ്മയില്ല, നമുക്ക് ഓർമ്മപ്പെടുത്താം.
എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് അഡ്വക്കേറ്റ് ശൈത്യ കരയുന്നതല്ല, ഇത് വെറും കട്ടപ്പ മാക്രി കരയുന്ന കരച്ചിലാണ് കേട്ടോ. മാരാരെ കുട്ടിയോ മാക്രി കരയും. എന്റെ പൊന്ന് കൊച്ചേ, നീ അതിനകത്ത് കിടന്ന് കരഞ്ഞു മെഴുകി നാട്ടുകാർ മൊത്തം കണ്ടതാണ്. എന്നിട്ട് എങ്ങനെ ഇങ്ങനെ വന്നിട്ട് പഞ്ച് ഡയലോഗ് അടിക്കാൻ പറ്റുന്നു? ആരണ്ട് എഴുതി കൊടുത്ത് അതുപോലെ കണ്ട് വായിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. സമ്മതിക്കണം ഇതിനൊക്കെ തോലിക്കട്ടി. അയ്യോ, നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, നെഗറ്റീവ് കമന്റ് എനിക്ക് പറ്റുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങാണ്ട് ആരാണ്ട് കൊടുത്ത് ധൈര്യമൊക്കെ സംഭരിച്ചു വന്നിട്ട് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നീ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങിയതാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അഡ്വക്കേറ്റ് ശൈത്യമാണ് എന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടുമെന്നും പറഞ്ഞ് വന്ന് നിന്നാണെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ. കാര്യമൊന്നുമില്ല, നീ എന്ത് പറഞ്ഞാലും ഇവിടെ പട്ടിപ്പുച്ചമാണ്, അത് മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. ചിരിപ്പിക്കും ഇവള്. മാരാരിരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാരും കണ്ടതാ. പിന്നെ അതെന്താണെങ്കിലും നിന്റെ തട്ട് താണത്രയും. ഇനി മാരാരെന്നല്ല, ഇനി ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരു കണ്ടസ്റ്റന്റ് വിചാരിച്ചാൽ പോലും അത്രയും തരം താഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശൈത്യെ. സാക്ഷാൽ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയ മഹാബലി വരെ ഇപ്പൊ നിന്റെ മുകളിലത്തെ തട്ടിലെങ്ങാണ്ടായിരിക്കണം പുള്ളി. അത്രത്തോളം തട്ട് നിന്റെ താണിട്ടുണ്ട്. ഇനി ബാഹുബലിയെ കുത്തിക്കുന്ന സാക്ഷാൽ കട്ടപ്പ വന്നാൽ പോലും നിന്റെ തട്ടിനെ തോപ്പിക്കാൻ പറ്റൂല. പഞ്ചൊക്കെ കൊള്ളാം, പക്ഷെ ഏറ്റില്ല ഏട്ടാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ള റഷ്യൻ വിപ്ലവം എടുത്തിട്ട് സംസാരിക്കണമെങ്കിൽ റഷ്യൻ വിപ്ലവത്തെ പറ്റി 4 വാക്ക് അറിയണം. അറിയാത്തവരും ഇങ്ങനെയൊക്കെ പലതും പറയും. ഇപ്പൊ തൊപ്പിയാണ് അന്ന് പറഞ്ഞത്, ഏതെങ്കിലും ഒരു സബ്ജക്ട് മാരാര് പറ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അന്നേരം മാരാർ പറഞ്ഞു ബാടാ എനിക്ക് റഷ്യൻ വിപ്ലവത്തെ പറ്റി സംസാരിക്കാം. തൊപ്പിക്കും അത് അറിയത്തില്ല, അവന്റെ സ്റ്റാറ്റഡ് നിനക്കും അത് അറിയത്തില്ല. ഒരു സബ്ജക്ട് കൊണ്ട് എടുത്തിട്ട് സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി അറിയണമല്ലോ. അല്ലാതെ വക്കീൽ അഡ്വക്കേറ്റ് ശൈത്യം 100 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായോ? നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ, ബാക്കിയുള്ളവർ നീ പോയ ഇങ്ങോട്ട് തിരിപ്പിക്കാണ്. മനുഷ്യന്റെ നിലപാടുള്ളവർക്ക് ശത്രുക്കളുള്ളത് പോലും. നിനക്കിവിടെ ആരാ ശത്രുക്കള്? ചാണകത്തിൽ കിടന്ന് കുണ്ടളപ്പുഴ പോലും നിന്നെ നോക്കി കോഷ്ടി കാണിക്കുന്ന കാലമാണ്. അതിന് വരെ നിന്റെ അടുത്ത് പുച്ഛമാണ്. അന്നേരമാണ് ശത്രുക്കളെന്ന് പോലും. നിലപാടുള്ളവർക്ക് ശത്രുക്കൾ. നിനക്കെവിടാണ് നിലപാട്? എന്ത് നിലപാടാണ് നമ്മളിവിടെ കണ്ടത്? നമ്മള് അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന ശൈത്യല്ല, നമ്മൾ ശൈത്യയുടെ ഒരു നിലപാട് ഇതുവരെ കണ്ടിട്ടില്ല. പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മാറ്റാനും പറ്റത്തില്ല, ആ അവസ്ഥയായി പോയി. ഒന്നാമതേ നാറി, ഇനി മാറ്റിയിട്ട് നാറാനും കൂടെ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൂടായ്പ പരിപാടി കാണിച്ച് നടക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ കിടിലമാണ് എന്നൊക്കെ ഇങ്ങനെ തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വലിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതിനെ പറ്റത്തുള്ളൂ. മാറ്റാനൊന്നും പറ്റത്തില്ല. എന്തായാലും പെട്ട്. ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം. എന്നെ അയ്യോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നമ്മളെ കൊണ്ട് പറ്റൂല. നിനക്ക് 1 മില്യൺ എത്തിക്കണമെങ്കിൽ, നിനക്കിനി 1 മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ അടിക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം മറ്റേ അമ്മയും മോളും തമ്മിലുള്ള ഒരു പ്രോഗ്രാമിന് പോയി, അത് കുളവാക്കി. ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് അതും ഏതാണ്ട് ഈ പരുവായി. ഇനി വേറൊരു ചാനലില് വിളിക്കുവാണെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനകത്തൂടെ പോയി അതിനകത്തും കുളവാക്കിയിട്ട് വന്ന് ഞാൻ ചിലപ്പോ ഏറിപ്പോവും. ഇതുപോലെ അന്നേരം കുറച്ച് 10-15 ഫോളോവേഴ്സ് കിട്ടിയാലായി. 1 മില്യനെ പറ്റി ഒന്നും നീ ആലോചിക്കരുത്. ഓക്കെ, കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നമ്മൾ ഏറ്റവും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏറ്റ് നീ വാരണാസിയിലൊക്കെ പോയി മോക്ഷം തേടിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സാധനം ഇവിടെ എന്തായാലും വൈറലായിരിക്കും, ഒരു സംശയവും ഇല്ല. ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി. അപ്പൊ ഇത് ചരിവേണ്ടിക്കാനുള്ള ഒരു ഉറപ്പാടാ. വക്കീലിന് കേസും ഇല്ല, അപ്പൊ പിന്നെ ഇതെങ്കിലും വെച്ച് മുതലെടുക്ക. ആയിക്കോട്ടെ, നമുക്കൊരു കണ്ടന്റ് നിനക്കൊരു കണ്ടന്റ്. നമ്മളൊരു മ്യൂച്വൽ കോൺട്രാക്റ്റിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്ത് പറയുന്നു? എന്താണെങ്കിലും വാരണാസിയിലൊക്കെ പോയിട്ട് വാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമോ സന്തോഷം. ഈ കരച്ചിൽ ഉള്ളി പിടിച്ച് എങ്ങനെ ഇങ്ങനെ ചിരിച്ചോണ്ട് അഭിനയിക്കാൻ പറ്റുന്നു എന്തോ. നീ ഒരു നല്ല നടികയാണെന്ന് ഇപ്പൊ തെളിയിച്ചു കേട്ടോ. ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോ നമ്മൾ അതിനകത്ത് ഇവിടെ കരച്ചിൽ കണ്ടതാണ്. അതാണ് യഥാർത്ഥ കരച്ചിൽ. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോയി പൈപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടിട്ട് അതിന്റെ സൗണ്ടിന്റെ മറവിലിരുന്ന് വായില് കൈ വെച്ചിരുന്ന് പറഞ്ഞ് കരയുന്ന പരിപാടിയായിരിക്കും നടക്കുന്നത്. ആ മുഖത്തുണ്ടത്. എത്ര കൂട്ടി വാരി തേച്ച് വെച്ചാലും എന്റെ മുഖത്തുള്ള ആ ഒരു ഇത് പോവില്ല. മനസ്സിലായ?
പല രീതിക്കും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പല രീതിക്കും. ഈ ഇവരുടെ അമ്മയുണ്ടല്ലോ ഷീന സന്തോഷ്, മുള വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തൊരു പോസ്റ്റാണ് കേട്ടോ. അനുമോൾക്ക് കപ്പ് ലഭിച്ചപ്പോൾ കൈയടിച്ചവരിൽ നിന്ന് ശൈത്യ പിന്നോട്ട് നിന്നത് വലിയ സന്ദേശം തന്നെയാണ്. വാവ്, സൂപ്പർ, നല്ല സന്ദേശം. അവളുടെ മുഖഭാവം പോലും എല്ലാം പറഞ്ഞു ഡിസർവിങ് ആയ ആളല്ല ജയിച്ചത് എന്നൊരു മൗനം. അത് അനുമോള് ജയിച്ചത് കൊണ്ടൊന്നുമല്ല, അവളോടുള്ള കുശുമ്പ്, കുന്നായ്മ, അയ്യോ ആ സാധനമാണ്, മനസ്സിലായ? അല്ലാതെ അനീഷിന് കപ്പ് കിട്ടാഞ്ഞിട്ടുള്ള മുഖഭാവം ഒന്നും അല്ലത്. അത് അനുമോളോടുള്ള അല്ല അട്ടർ കുശുമ്പ്, ആ ഒരൊറ്റ സാധനമാണ് ആ മുഖത്ത് കണ്ടത്. ആ ബോധം ഇരുത്ത കാണണം, എന്റെ പൊന്നേ. അവൾ ഫേക്കായി കയ്യടി ചെയ്യാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ ശൈത്യയുടെ റിയാക്ഷൻ ആയിരുന്നു ഏറ്റവും റിയൽ മൊമെന്റ്. PR കളി, സിമ്പതി ഡ്രാമ എല്ലാം മാറ്റി നിർത്തി ശൈത്യ സ്റ്റാൻഡ് എടുത്ത് ബോൾഡ് മൂവ് തന്നെയായിരുന്നു. അന്തം വിട്ട് അണ്ണാക്കിൽ പിരിയും വെട്ടി പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നതാണോ ബോൾഡ് സ്റ്റാൻഡ്? പിന്നെ PR കളി എന്ന് പറയുന്നത്, ശൈത്യ PR കൊടുത്തിട്ടില്ല, പുറത്ത് വോട്ട് മറിച്ചിട്ടില്ല, ഇതൊക്കെ ചെയ്യാതെയാണ് ഈ മാതിരി പോസ്റ്റുമായിട്ടൊക്കെ വരുന്നതെങ്കിൽ നമ്മൾ സമ്മതിച്ചേ. ഇത് 1.5 ലക്ഷം രൂപയ്ക്ക് അത് 1 മാസത്തേക്ക് PR കൊടുത്തിട്ട് പൈസ കൊടുത്ത് വോട്ട് മറിച്ചിട്ട് ഈ മാതിരി പോസ്റ്റുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ? സോഷ്യൽ മീഡിയ വന്നിട്ട് ലേശ ഉളുപ്പുണ്ടാ? PR-നെ പറ്റി പറയാൻ നിനക്കൊന്നും ഒരു യോഗ്യതയില്ല. വോട്ട് മറിച്ചിട്ടാണ് നീയൊക്കെ അതിനകത്ത് 36 ദിവസം നിന്ന് വോട്ട് മറിച്ചിട്ട് എന്നിട്ട് ഡയലോഗ് അടിക്കുന്ന വന്നിരുന്നിട്ട്. അയ്യേ, നാണമുണ്ടാ? എന്താണെങ്കിലും നമ്മുടെ പാട്ടാ ഗേൾസ് ഇൻക്ലൂഡിങ് ശൈത്യ, ഇവരെ പറ്റി അനുമോളൊരു വീഡിയോ ചെയ്തായിരുന്നു. 1-2 വീഡിയോക്ക് അത് ചെറുതായിട്ട് കൊട്ടുന്നുണ്ട്, ഞാൻ വെക്കാം. ശരിക്കും പറഞ്ഞാണ് പട്ടാ ഗേൾസ്. അവിടെ രണ്ടുപേരെ പുതുപേരെ കിട്ടി. അല്ല, ഞാൻ ശരിക്കും നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? പറഞ്ഞോ, നമ്മള് ആരും കപ്പായിട്ട് വരുവാണെങ്കിൽ നമ്മൾ 3 പേരും പട്ടായ പോകുന്നുള്ളത് പറഞ്ഞ് ശരിക്കും നമ്മൾ പട്ടാക്കളിലേക്ക്. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടെ കൂട്ടാതെ ലെവല് വരണസിൽ പോയേക്കാണ്. പട്ടാകേഴ്സ് ഇപ്പൊ കട്ടപ്പുറത്താണ്, മനസ്സിലായത്? ഇത് കണ്ട് അനുമോളുടെ ഒരു ബ്ലോഗിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാട്ടോ, എനിക്ക് നാട്ടിലിറങ്ങി നടക്കണം. ഇതൊക്കെ അവന്റെ അഭിനയമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ആരും വീഴരുത്. ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ എന്താ പറയണ്ടേ, ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല. എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരുടെ മുഖത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടു. ഞാനൊരു വേറൊരു ആ മോന്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതാണ് ആ മുഖം. കാട്ടാപ്പാ ഇജാതി ഒരു എക്സ്പ്രഷൻ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ എക്സ്പ്രഷനാണ്. എന്താണെങ്കിലും ശൈത്യമോളുടെ അടുത്ത വീഡിയോയ്ക്കായിട്ട് നമുക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ്. അടുത്ത മെഴുകലുമായിട്ട് ഉടനെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. ഉടനെ ഒന്ന് ഏറിയും താപ്പോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ശൈത്യമോൾക്ക് ഇല്ലെന്ന് തോന്നുന്നു. കട്ടപ്പാത്തരം തുടരും, നമ്മളും തുടരും. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.